എൻ്റെ ഉറച്ച അഭിപ്രായം ഇത് കോൺഗ്രസിന് ഗുണകരമാകും എന്നാണ്. ഇതല്ലാതെ മറ്റൊരു തീരുമാനം കോൺഗ്രസിന് എടുക്കാൻ കഴിയില്ലല്ലോ. നോക്കൂ, നമുക്കറിയാമല്ലോ 1990-ൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടേക്ക് അയോധ്യ എന്ന് പറയുന്ന ഒറ്റ ആശയത്തിൻ്റെ മുകളിൽ രൂപപ്പെട്ട് വളർന്ന് ശക്തി പ്രാപിച്ച് അധികാരത്തിലെത്തിയ ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത്. ഒറ്റ മുദ്രാവാക്യമാണ് അവരെ അധികാരത്തിലെത്തിച്ചത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യ രാജ്യത്തെ ദാരിദ്ര്യം തുടച്ചു മാറ്റുമെന്നോ ഇന്ത്യയിലെ എല്ലാവർക്കും തൊഴിൽ നൽകുമെന്നോ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാമൂഹിക മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇലക്ഷനെ അഭിമുഖീകരിച്ചിട്ടുള്ളൊരു പാർട്ടിയല്ല ബി ജെ പി. ആ ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത് മതമാണ്, മതത്തിൻ്റെ ചിഹ്നമായ രാമനാണ്. ആ രാമനെ ഉപയോഗിച്ച് തന്നെയാണ് ബി ജെ പി അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ പറയുന്ന അയോധ്യ ക്ഷേത്രത്തിലെ അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നതിനെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്നാണ് പ്രസ്താവനയിൽ കോൺഗ്രസ് വിശദീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും അതൊരു രാഷ്ട്രീയ പദ്ധതിയാണ്. എന്താണ് ആ രാഷ്ട്രീയ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2024 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകൾ കൈക്കലാക്കുക. ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് ഉറപ്പുണ്ട്, ബി ജെ പി തന്നെയാണ് 2024 അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന്. എന്നാൽ ആ അധികാരത്തിൽ വന്നാൽ മാത്രം പോരാ, ഘട്ടം ഘട്ടമായി അവർക്ക് അവരുടെ എന്താ പറയുക അംഗബലം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആ പ്രോജക്റ്റാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് 2014 അവർ ഏകകക്ഷി എന്നുള്ള നിലയ്ക്ക് വന്നു, സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. 2019 ആകുമ്പോൾ 300 എന്ന മാർക്ക് കടന്നിരിക്കുന്നു. 2024 അവർ 400 കടക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഭരണഘടന മാറ്റണമെങ്കിൽ പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം വേണം. ആ 2/3 ഭൂരിപക്ഷം നേടിയെടുക്കുക എന്നുള്ളത് RSSൻ്റെയും സംഘപരിവാറിൻ്റെയും പ്രത്യേകിച്ച് ബി ജെ പിയുടെയും ഒരു വലിയ രാഷ്ട്രീയ പദ്ധതിയാണ്. ആ രാഷ്ട്രീയ പദ്ധതിയിലേക്ക് യാത്ര ചെയ്ത് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല വൈകാരികമായ ചിഹ്നം എന്ന് പറയുന്നത് ശ്രീരാമനാണ്. ഈ 2019 സുപ്രീം കോടതി വിധിയോടുകൂടി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം വെച്ചാൽ 2019 വിധിയോടുകൂടി രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതിയായി. ഇനിയിപ്പോൾ ഇതാ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു. എന്തിനാണ് ഒരു ഇൻകംപ്ലീറ്റ് സ്ട്രക്ചർ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത്? വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഏറ്റവും വലിയ വിമർശനമായി ഉയർന്നിരിക്കുന്നത് പൂർത്തീകരിക്കാത്ത ഒരു സമുച്ചയത്തിൽ പ്രതിഷ്ഠ ചടങ്ങ് നടത്തുന്നു, അത് ശാസ്ത്രവിധി പ്രകാരം ശരിയല്ല. ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. ഈ ശാസ്ത്രവിധി ഒന്നും ഒരു പ്രശ്നവുമല്ല ബി ജെ പിക്ക്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇനി ഒരു വാക്കുപോലും, ഞാൻ ആവർത്തിച്ച് പറയുന്നു, രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം നിർമ്മിച്ച പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് കേട്ടോ. ബി ജെ പി വളരെ ജനകീയമായ മുദ്രാവാക്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് വയ്ക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ബൈ ഡിഫോൾട്ട് ഈ ഹിന്ദുത്വ എന്ന് പറയുന്നൊരു സാധനം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതൊന്നും തന്നെ പറയേണ്ട ആവശ്യം ബി ജെ പിക്കില്ല. ഇനി ബി ജെ പി ചില വെൽഫെയർ മെഷേഴ്സും ഒക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതി, രാജ്യത്തെ ലോക സാമ്പത്തിക രംഗത്ത് ഏറ്റവും ഉന്നതിയിൽ എത്തിക്കാൻ പോകുന്ന പാർട്ടി, ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുക. പക്ഷേ ബൈ ഡിഫോൾട്ട് ഈ ശ്രീരാമക്ഷേത്രം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അതൊരു വികാരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകാതിരിക്കുന്നത് വഴി കോൺഗ്രസിന് എന്തെങ്കിലും നഷ്ടം വരും എന്നൊരു സിദ്ധാന്തം നിലനിൽക്കില്ല. കാരണം രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയാൽ കോൺഗ്രസിന് എന്താ കിട്ടാൻ പോകുന്നത്? ആ വോട്ടെല്ലാം നിർബന്ധമായും ആ രാമവികാരത്തിൻ്റെ പേരിൽ ഒന്നിച്ചു നിൽക്കുന്ന ഹിന്ദു വിഭാഗങ്ങളെല്ലാം തന്നെ ബി ജെ പിയുടെ വോട്ട് ബാങ്കാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് മതേതര ഹിന്ദുക്കളാണ്. ഇപ്പോൾ കേരളം ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 50% ഹിന്ദുക്കളുള്ള സംസ്ഥാനമല്ലേ കേരളം. 30% വരും മുസ്ലിങ്ങൾ, 18% വരും ക്രിസ്ത്യാനികൾ, അന്യമതസ്ഥർ 2% വരും. 50% ഹിന്ദുക്കളുള്ള ഈ സംസ്ഥാനത്ത് ബി ജെ പിയുടെ സ്ഥിതി എന്താ? ഒരു MLA ഒരു പ്രാവശ്യം ബൈ ഫോൾട്ട് ജയിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ പറ്റുമോ? പരമാവധി 15-16% വോട്ട് നേടിയ ഒരു സാഹചര്യം ഒഴിച്ചു നിർത്തിയാൽ ബി ജെ പിക്ക് ഇവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? മതേതര ഹിന്ദുക്കൾ അതിശക്തമായി ഇവിടെ ഇടതു വലതു മുന്നണികളുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു ചേരി ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ആ മതേതര ഹിന്ദു വോട്ട് ബാങ്കിനെ കൂട്ടത്തിൽ നിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ടത്. അതായിരിക്കണം കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ പറയുന്ന ഒരു ആശങ്കയ്ക്കും ആശയക്കുഴപ്പത്തിനും ഇട നൽകാതെ കോൺഗ്രസ് ആദ്യം തന്നെ ഈ തീരുമാനം എടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. ഒരു നിമിഷം വൈകരുതായിരുന്നു. ഒട്ടേറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. ആ ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാനുള്ള അവസരം നൽകാതെ ഈ ഇൻവിറ്റേഷൻ വന്ന അടുത്ത ദിവസം ഇവർക്ക് ഇത് പ്രഖ്യാപിക്കാവുന്നേ ഉള്ളൂ. ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമെന്നും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സംഭവിക്കുമെന്നും അറിയാത്തൊരു പാർട്ടിയാണോ കോൺഗ്രസ് എന്ന് പറയുന്നത്? കോൺഗ്രസ് അതിൻ്റെ നിലപാടുകൾ രൂപീകരിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു 5-ാം തീയതി, ഈ മാസം 5-ാം തീയതി വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതൃയോഗം ഡൽഹിയിൽ നടന്നു. എല്ലാ സംസ്ഥാന PCC അധ്യക്ഷന്മാരും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വെച്ച് UPയുടെ പ്രസിഡന്റായിട്ടുള്ള അജയ് റായും അതുപോലെ തന്നെ ബീഹാറിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അഖിലേഷ് പ്രസാദ് സിംഗും വളരെ കൃത്യമായി മല്ലികാർജ്ജുൻ ഖാർഗെയോട് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തതാണ്, ചാനൽ റിപ്പോർട്ട് ചെയ്തതാണ്. ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് നിലപാടെടുക്കണം, എന്താണ് പാർട്ടിയുടെ തീരുമാനം? 5-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതിയാണ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ഇതിനിടയിൽ കേരളത്തിലെ നേതാക്കൾ VM സുധീരൻ വളരെ ശക്തമായൊരു നിലപാട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ കേരളത്തിലെ നേതാക്കൾ ഇരുട്ടിൽ തപ്പുകയായിരുന്നില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒട്ടും തന്നെ വൈകാതെ നിലപാട്
നിലപാടുകൾ വളരെ വ്യക്തതയോടുകൂടി കോൺഗ്രസ് പറയേണ്ട ഒരു ഘട്ടമാണ്. അനാവശ്യമായി ഈ വൈകൽ ഉണ്ടായി എന്നതൊഴിച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് ശരിയായ നിലപാടാണ്. അതിൻ്റെ പേരിൽ ഈ രാമൻ്റെ പേരിൽ വോട്ട് പോകുന്നെങ്കിൽ പോകട്ടെ എന്നൊരു തീരുമാനം, ശക്തമായ തീരുമാനം കോൺഗ്രസ് നേരത്തെ തന്നെ എടുക്കേണ്ടിയിരുന്നു. വൈകിയാണെങ്കിലും അത് എടുത്തത് വളരെ നല്ല കാര്യമാണ്. ആ അർത്ഥത്തിൽ ഈ തീരുമാനം കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. Meet the editors.